ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സലിലെ ഫോർമുല ടാബിലെ ലുക്കപ്പ് ആൻഡ് റെഫറൻസിലെ വി ലുക്കപ്പ് അഥവാ വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന ഫോർമുലയെക്കുറിച്ചാണ്. വി ലുക്കപ്പ് എക്സൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയൊരു ഫോർമുലയാണ്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഷോ ചെയ്യിക്കാനാണ്. ഒരു വ്യക്തിയുടെ പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് കസ്റ്റമൈസ് ചെയ്ത് ഷോ ചെയ്യിക്കാൻ വി ലുക്കപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന് നമുക്ക് ഒരു ബിൽ ക്രിയേഷനിൽ വി ലുക്കപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ഞാൻ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ നെയിമും റേറ്റും ഒരു ടേബിളിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒരു ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക്കലി വി ലുക്കപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഷോ ചെയ്യിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ബില്ലിലെ റേറ്റ് പെർ കിലോഗ്രാം എന്ന കോളത്തിൽ ഞാൻ വി ലുക്കപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഈക്വൽ ടു വി ലുക്കപ്പ് കൊടുക്കുന്നു, ടാബ് കൊടുക്കുന്നു. ഫസ്റ്റ് ലുക്കപ്പ് വാല്യൂ ആണ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ലുക്കപ്പ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് റെഫറൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് ഡാറ്റ ഓട്ടോമാറ്റിക്കലി വരേണ്ടത് എന്നാണ് ലുക്കപ്പ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഐറ്റം നെയിം സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ടേബിൾ അറേയാണ് ചോദിച്ചിരിക്കുന്നത്. ടേബിൾ അറേ എന്ന് പറയുന്നത് നമ്മൾ ഏത് ടേബിളിൽ നിന്നാണ് ഡീറ്റെയിൽസ് എടുക്കുന്നത് ആ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നല്ല നമുക്ക് കസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാം, കൾച്ചർ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡിഫൈൻ നെയിംസിൽ നമ്മൾ ഫുൾ ടേബിൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ എത്രാമത്തെ കോളത്തിലാണ് നമ്മളിവിടെ ലുക്കപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട വാല്യൂ കിടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ കോളത്തിലാണ് റേറ്റ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ 2 എന്നവിടെ എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റേഞ്ച് ലുക്കപ്പാണ്. റേഞ്ച് ലുക്കപ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ട്രൂവും ഫോൾസും. ട്രൂ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് മാച്ചും, ഫോൾസ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് മാച്ചുമാണ്. നമ്മൾക്ക് എപ്പോഴും വാല്യൂസ് കറക്റ്റായി കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ഫോൾസാണ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഫംഗ്ഷൻ എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സെല്ലിലും വി ലുക്കപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ നേരത്തെ ഡിഫൈൻ നെയിം വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ടേബിൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ സെല്ല് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഈക്വൽ ടു വി ലുക്കപ്പ് എന്ന് കൊടുത്തു. ടാബ് അമർത്തി അതിനുശേഷം ലുക്കപ്പ് വാല്യൂ ചോദിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് വാല്യൂ ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തു, ഐറ്റത്തിൻ്റെ സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ടേബിൾ അറേ എന്നുള്ളിടത്ത് ഡിഫൈൻ നെയിമിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ടേബിൾ മൊത്തത്തിൽ പോയിട്ട് കസ്റ്റമായിട്ട് നമ്മൾ കൾച്ചർ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നു. ദെൻ കോമ ഇടുന്നു. പിന്നെ കോളം ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു. റേറ്റ് ഉള്ള 2ലാണ്, അപ്പോൾ 2 എന്ന് കൊടുക്കുന്നു. ദെൻ റേഞ്ച് ലുക്കപ്പ് കൊടുക്കുന്നു. റേഞ്ച് ലുക്കപ്പ് ഫോൾസ് സെലക്ട് ചെയ്യുന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ അമർത്തുന്നു. ഇപ്പോൾ കറസ്പോണ്ടിങ് ഐറ്റത്തിൻ്റെ റേറ്റ് അവിടെ ഡിസ്പ്ലേ ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഫംഗ്ഷൻ എല്ലാറ്റിലും നമുക്ക് അപ്ലൈ ചെയ്യണം. അതിനായിട്ട് ആ സെല്ലിലെ റൈറ്റ് കോർണറിലുള്ള പ്ലസ് എന്ന് പറയുന്ന ആരോ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. നമുക്ക് ഈ ഫംഗ്ഷൻ ഫോർമുല എല്ലാറ്റിലോട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ വി ലുക്കപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.